ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വരാനിരിക്കുന്ന LD ക്ലർക്ക് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ പേപ്പർ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രസ്താവന ഇതാണ്: നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ടാമത്തെ പ്രസ്താവന: നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഈ രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉത്തരം രണ്ടും ശരിയാണ്. ഈ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്: ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്: സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം CR ദാസും മോത്തിലാൽ നെഹ്റുവും. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഉത്തരം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യവും പ്രസ്താവന ചോദ്യമാണ്. ആദ്യത്തെ പ്രസ്താവന നോക്കാം. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. രണ്ടാമത്തെ പ്രസ്താവന: വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ വായിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഗ്ലോറിയസ് റവല്യൂഷൻ. ഉത്തരം ഓപ്ഷൻ എ, ഗ്ലോറിയസ് റവല്യൂഷൻ. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ് ഉത്തരം. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഏഴാമത്തെ ചോദ്യം: പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഉത്തരം മാൻഡിൽ. ഉത്തരം ഓപ്ഷൻ ബി, മാൻഡിൽ. എട്ടാമത്തെ ചോദ്യം: പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കറുത്ത മണ്ണ്. ഓപ്ഷൻ എ, കറുത്ത മണ്ണ്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയായാണ് ശരിയായി വിവരിക്കുന്നത്? ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയായാണ് ശരിയായി വിവരിക്കുന്നത്? നമുക്ക് ശരിയായി വിവരിക്കുന്ന, നോട്ട് ചെയ്യുക, ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആദ്യത്തെ പ്രസ്താവന ഇതാണ്: മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണിത്. രണ്ടാമത്തത് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവശ്യയാണിത്. മൂന്നാമത്തെ പ്രസ്താവന: ഹിമാലയൻ ഓറിയോജനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. നാലാമത്തത് തൃതീയ കാലഘട്ടത്തിലെ സമുദ്ര അതിർത്തികൾ മൂലം രൂപപ്പെട്ട ഒരു തീരദേശ പ്രദേശമാണിത്. ഓക്കെ,
9ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവശ്യയാണിത്. അടുത്തത് 10ാമത്തെ ചോദ്യം. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത് 11ാമത്തെ ചോദ്യം. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇൽമനൈറ്റ്. ഓപ്ഷൻ സി ഇൽമനൈറ്റ്. 12ാമത്തെ ചോദ്യം. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാറിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കർണാടക. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. അടുത്തത് 14ാമത്തെ ചോദ്യം. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ സാമ്പത്തിക വളർച്ച, ഓപ്ഷൻ ബി സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ഓപ്ഷൻ സി ആധുനികവൽക്കരണം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. അടുത്തത് 16ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ GST കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ GST കണക്കാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ CSO. CSOയുടെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് എന്നാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ. അടുത്തത് 18ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. 19. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ഓപ്ഷൻ ബി സുമൻ ബെറി. അടുത്തത് 20ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന സോഷ്യലിസ്റ്റ്, സർക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ പ്രസ്താവന സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ പ്രസ്താവന അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം എന്നതാണ് ശരിയായ ഉത്തരം. 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. 22ാമത്തെ ചോദ്യം. കൂടുതൽ അധികാരത്തോടെ കൂടി കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാനഡ. ഉത്തരം ഓപ്ഷൻ ബി കാനഡ. അടുത്തത് 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോക്സഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. 3. രാജ്യസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. നമ്മളോട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യുക.
ശരിയായ പ്രസ്താവന ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത 24ാമത്തെ ചോദ്യം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വനം. ഓപ്ഷൻ ബി വനം. 25ാമത്തെ ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഉത്തരം ഓപ്ഷൻ സി 4 വർഷം. ഉത്തരം ഓപ്ഷൻ സി 4 വർഷം. 26ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അറ്റോർണി ഗുട്ടസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. 27ാമത്തെ ചോദ്യമാണ് അടുത്തത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെല്ലാം? തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ പ്രസ്താവന, അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. 2ാമത്തെ പ്രസ്താവന, നിലവിലെ അംഗസംഖ്യ 9 ആണ്. 3ാമത്തെ പ്രസ്താവന, ഉപ അധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രം. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രം. അടുത്തത് 28ാമത്തെ ചോദ്യം, കാലക്രമത്തിൽ എഴുതുക. കാലക്രമത്തിൽ എഴുതുക. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 29ാമത്തെ ചോദ്യം, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് 30ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന, കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. അടുത്തത്, തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. 3ാമത്തത്, തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1 മാത്രം എന്നതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. അടുത്തത് 32ാമത്തെ ചോദ്യം. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ ബി, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 33ാമത്തെ ചോദ്യം. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ, പട്ടികവർഗ വിഭാഗങ്ങളുടെ. ഉത്തരം ഓപ്ഷൻ എ ആണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം മെലാട്ടോണിൻ. ഓപ്ഷൻ സി, മെലാട്ടോണിൻ. 35ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ്. ഇൻഡോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം എന്നിവയാണ് ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. 36ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. അടുത്തത് 37ാമത്തെ ചോദ്യമാണ്.
വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണമെന്ത്? ഉത്തരം കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഉത്തരം ഓപ്ഷൻ സി ആണ്, EEG. ഓപ്ഷൻ സി EEG. അടുത്തത് 39ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്നതാണ് ഉത്തരം. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്, കോവിൽഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആസ്ട്രാസെനക്ക. അടുത്തത് 41ാമത്തെ ചോദ്യമാണ്, വംശനാശ ഭീഷണി നേരിടുന്ന ഏതു ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, പോളോ പോണി. അടുത്തത് 42ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. അടുത്തത് 43ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 20 സെൻറ്റിമീറ്റർ. അടുത്തത് 44ാമത്തെ ചോദ്യം, ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പാസ്കൽ നിയമം. അടുത്തത് 45ാമത്തെ ചോദ്യമാണ്, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, പ്രഗ്യാൻ. 46ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ? ഓപ്ഷൻ സി, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 47ാമത്തെ ചോദ്യം, ഗൺ മെറ്റൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി, കോപ്പർ, ടിൻ, സിങ്ക്. 48ാമത്തെ ചോദ്യം, ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിലകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH? ഓപ്ഷൻ എ ആണ്, 5 ആണ് ഉത്തരം. 49ാമത്തെ ചോദ്യം, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം? ഉത്തരം ഓപ്ഷൻ എ, ടേബിൾ സാൾട്ട്. 50ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. 51ാമത്തെ ചോദ്യം, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം? ഉത്തരം ഓപ്ഷൻ സി, ലിഥിയം. അടുത്തത് 52ാമത്തെ ചോദ്യമാണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 53ാമത്തെ ചോദ്യമാണ്, ഇരയിമ്മൻ തമ്പിയുടെ കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ധോരണ യുദ്ധം. 54ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നതുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 55ാമത്തെ ചോദ്യം, മുസരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? മുസരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. 56ാമത്തെ ചോദ്യം, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്, ഓപ്ഷൻ ഡി. അടുത്തത് 57ാമത്തെ ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം. അടുത്തത് 60ാമത്തെ ചോദ്യം, 58ാം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. 59ാമത്തെ ചോദ്യം,
ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. 60-ാമത്തെ ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഓപ്ഷൻ ബി മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം 61 താഴെ തന്നിരിക്കുന്നവയിൽ കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഏതെല്ലാമാണ്? താഴെ തന്നിട്ടുള്ളവയിൽ കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത് 62-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക്. 63-ാമത്തെ ചോദ്യം, ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. 64-ാമത്തെ ചോദ്യമാണ് അടുത്തത്. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 2012. ഉത്തരം 2012. അടുത്തത് 65-ാമത്തെ ചോദ്യമാണ്. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 66-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത് 67-ാമത്തെ ചോദ്യമാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി. അടുത്തത് 68-ാമത്തെ ചോദ്യം, NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഓപ്ഷൻ സി 6 അംഗങ്ങൾ. ഓപ്ഷൻ സി 6 അംഗങ്ങൾ. 69-ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാനാവുന്നതാണ്. ഇത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത് 70-ാമത്തെ ചോദ്യമാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ. ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ. അപ്പോൾ നമ്മൾ ഇന്നലെ നടന്നിട്ടുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും 70 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ അടങ്ങി ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകളുടെയും അതുപോലെ തന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഓരോ ചോദ്യങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്റ്റിംഗ് ഫാക്റ്റുകളും നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത ലെവല് LD ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ്സുമായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.